ഞാൻ ഞങ്ങളുടെ പ്രതി റോഷിപാലിലേക്ക് പോവുകയാണ്. റോഷിപാലിലേക്ക് പോകുന്നു. റോഷിപാൽ, ഇപ്പോൾ ഈ കേസിൻ്റെ ഓരോ ഘട്ടങ്ങളിലും വിചാരണ നടപടികളിലും എന്തൊക്കെ നാടകീയ സംഭവങ്ങളുണ്ടായി, എങ്ങനെയൊക്കെ കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യാനുള്ള ശ്രമമുണ്ടായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. കോടതിക്ക് അകത്ത് നടന്ന കാര്യങ്ങൾ, ജഡ്ജിക്കെതിരെ അതിജീവിത നൽകുന്ന പരാതി അടക്കം നമ്മൾ കണ്ടതാണ്. ഈ വിചാരണ ഈ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ മുഴുവൻ പ്രതികളും പുറത്തേക്ക് വരുന്നു എന്നതുകൂടിയാണ് ഈ കേസിൻ്റെ ഭാവിയെ ആശങ്കപ്പെടുത്തുന്നത്. എങ്ങനെ വേണം അതിനെ വിലയിരുത്താൻ, റോഷിപാൽ? സ്മൃതി, 2017 ഫെബ്രുവരി 17 കൊച്ചിയിൽ സഞ്ചരിക്കുന്ന വാഹനത്തിൽ നടി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ അതിന് പിന്നാലെ ഇത് കോടതിയിലേക്ക് വിചാരണ തുടങ്ങിയ ഘട്ടമാകട്ടെ, ഓരോ ഘട്ടത്തിലും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം കേസിലെ 8-ാം പ്രതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. 10 പ്രതികൾ കേസിലുണ്ട്. പക്ഷേ അതിൽ 8-ാം പ്രതിയുടെ ഭാഗത്തുനിന്ന് 8-ാം പ്രതിയുടെ അഭിഭാഷകർ അല്ലെങ്കിൽ ബന്ധുക്കൾ ഉൾപ്പെടെ ചേർന്ന് പലവട്ടം സാക്ഷികളെ ഉൾപ്പെടെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിൻ്റെ തെളിവുകൾ റിപ്പോർട്ടർ നേരത്തെ പുറത്തുവിട്ടാണ്. അതൊക്കെ പിന്നീട് കോടതിയിൽ എത്തുകയും ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആലപ്പുഴ സ്വദേശിയുടെ ഏറ്റവും പ്രധാന ഒരു മൊഴി തന്നെയുണ്ട്. അത് നമ്മൾ കണ്ടെത്തുന്നു. അത് സാക്ഷിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചത് മൊഴി കോടതിയിൽ മാറ്റുന്നു, പിന്നീട് പോലീസിന് പരാതി നൽകുന്നു, തന്നെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റിച്ചതാണെന്ന്, പിന്നീട് യഥാർത്ഥ മൊഴി കോടതിയിൽ നൽകുന്നു. അങ്ങനെ തുടങ്ങിയ ഒട്ടേറെ ശ്രമങ്ങൾ പ്രധാനപ്പെട്ട സിനിമാ താരങ്ങൾ, സാക്ഷികളായ സിനിമാ താരങ്ങൾ, പോലീസിന് കൃത്യമായി ബന്ധപ്പെട്ട ഈ പൂർവ്വവൈരാഗ്യം, ഈ കേസിലെ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം നൽകിയ ദിലീപിനുണ്ടെന്ന് തെളിയിക്കുന്ന മൊഴികൾ നൽകുന്നു. പക്ഷേ കോടതിയിലെത്തുമ്പോൾ ആ മൊഴികൾ ഇവരൊക്കെ മാറ്റിപ്പറയുന്ന ഒരു സാഹചര്യം. ഇങ്ങനെ തുടങ്ങിയ കേസ് അന്വേഷണത്തിന് ഒട്ടേറെ വെല്ലുവിളികളുണ്ടായിരുന്നു. അന്വേഷണ സംഘത്തലവനായ ബൈജു പോലോസ്, ഒപ്പം തന്നെ അന്ന് ക്രൈംബ്രാഞ്ചിൻ്റെ SP ആയിരുന്ന ഉദ്യോഗസ്ഥന്മാർ സുദർശൻ, ഒപ്പം അങ്ങനെയുള്ള ഒട്ടേറെ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഈ ഘട്ടത്തിൽ അവർ തരണം ചെയ്ത പ്രതിസന്ധികൾ വളരെ വലുതാണ്. ഇടയ്ക്ക് ADGP ആയിരുന്ന S ശ്രീജിത്തിനെ വരെ അന്വേഷണത്തിന് മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന ശ്രീജിത്തിനെ പൊടുന്നനെ ആ പദവിയിൽ നിന്ന് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്വേഷണത്തിന് നിർണായക ഘട്ടത്തിലായിരുന്നു അങ്ങനെ നീക്കം. ദിലീപിൻ്റെ വീട്ടിൽ, 8-ാം പ്രതിയുടെ വീട്ടിൽ പോലീസ് റെയ്ഡ് നടത്തി മൊബൈൽ ഫോൺ ഹാജരാക്കാൻ നിർദ്ദേശം നൽകിയ ഘട്ടം, ആ മൊബൈൽ ഫോൺ ഹാജരാക്കാതിരുന്ന സാഹചര്യം, അത് പിന്നീട് അവർ പുറത്തേക്ക് കൊണ്ടുപോയി മുംബൈയിലെ സ്വകാര്യ ലാബിൽ മൊബൈൽ ഫോണിലെ തെളിവുകളടക്കം, അതിലെ രേഖകളടക്കം നശിപ്പിക്കുന്നു. എന്നിട്ട് ഹൈക്കോടതിയിൽ അത് ഹാജരാക്കുന്നു. ഇങ്ങനെ തുടങ്ങിയ വലിയ സന്ദർഭങ്ങൾ. പിന്നീട് റിപ്പോർട്ടറാണ് അത് സ്വകാര്യ ലാബിൽ നിന്നും, മുംബൈയിലെ സ്വകാര്യ ലാബിൽ നിന്നും ആ നശിപ്പിക്കപ്പെട്ട തെളിവുകൾ അത് കോപ്പി പുറത്ത് എത്തിക്കുന്നത് റിപ്പോർട്ടറിൻ്റെ ഇടപെടലിനെ തുടർന്നായിരുന്നു. അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട, അത് ഹൈദരാബാദിലേക്ക് ഈ മെമ്മറി കാർഡ് പരിശോധനയ്ക്ക് അയച്ച ആ ഫോറൻസിക് ലാബിലെ അവിടുത്തെ ഉദ്യോഗസ്ഥയെ വരെ സ്വാധീനിക്കാനുള്ള ശ്രമം ദിലീപ് നേരിട്ട് നടത്തിയതിൻ്റെ തെളിവുകൾ നമ്മൾ ആ ഘട്ടത്തിൽ പുറത്തുവിട്ടിരുന്നു. മെമ്മറി കാർഡിൽ കൃത്രിമത്വം നടത്താനാണോ ഒരു ശ്രമം ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്ന സംശയം വരെയുണ്ട്. അങ്ങനെ മെമ്മറി കാർഡ് കോടതിയിലെത്തിയപ്പോൾ അനധികൃതമായി, നിയമവിരുദ്ധം എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചത് ഹൈക്കോടതിയാണ്. ഹൈക്കോടതി നിയമവിരുദ്ധമായി മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു എന്നാണ് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞത്. അങ്ങനെ അത് അങ്കമാലി മജിസ്ട്രേറ്റ് വീട്ടിൽ കൊണ്ടുപോകുന്നു. പിന്നീട് ഹൈക്കോടതി ജഡ്ജ് അത് വീട്ടിൽ കൊണ്ടുപോകുന്നു. അങ്ങനെ തുടങ്ങി അന്ന് പ്രിൻസിപ്പൽ ജഡ്ജായിരുന്ന ഇപ്പോഴത്തെ ഹൈക്കോടതി ജഡ്ജാണ് വീട്ടിൽ കൊണ്ടുപോയത്. അനധികൃതമായി, നിയമവിരുദ്ധമായി അത് വിചാരണ കോടതിയിൽ മെമ്മറി കാർഡ് തുറന്നു പരിശോധിക്കപ്പെടുന്നു. അതും ആ അനധികൃതമായ മെമ്മറി കാർഡിലുള്ള കടന്നുകയറ്റവും റിപ്പോർട്ടർ TV ആണ്. ദൃശ്യങ്ങൾ ചോർന്നേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വാർത്തയും നമ്മൾ പുറത്തുവിട്ടതാണ്. അങ്ങനെ തുടങ്ങിയ വലിയ ഇടപെടൽ നമ്മൾ നടത്തിയപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് ഏതാണ്ട് 7 കേസുകളാണ് അന്ന് റിപ്പോർട്ടർ TVക്കെതിരെ വന്നത്. അതായത് ഒരു ഘട്ടത്തിൽ ആരും ഈ അതിജീവിതക്കൊപ്പമില്ല എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത്. ആ ഘട്ടത്തിലാണ് അവിടെ പൊതുപ്രവർത്തകർക്ക് തെരുവിലേക്ക് ഇറങ്ങിയത്. അന്ന് ഏറ്റവും കൂടുതൽ തെരുവിലിറങ്ങിയത് പൊതുപ്രവർത്തകരായിരുന്നു. ഈ വിഷയത്തിൽ അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് കോടതിയിൽക്കെതിരെ അതിജീവിത പരാതി കൊടുത്ത സന്ദർഭമുണ്ടാകുന്നു. സുപ്രീം കോടതിയെ വരെ നീതി തേടി സമീപിക്കുന്നു. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട തനിക്ക് നീതി ഉറപ്പുവരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏതായാലും ഇതിൽ ഏറ്റവും നിർണായകമാകുന്നത് 2021 ബാലേന്ദ്രകുമാർ എന്ന സംവിധായകൻ ദിലീപിൻ്റെ മുൻ സുഹൃത്തിൻ്റെ നിർണായകമായ വെളിപ്പെടുത്തലാണ്. ഒരു ഘട്ടത്തിൽ കേസ് കൈവിട്ടു പോകുമെന്ന ഒരു തോന്നൽ അന്വേഷണ സംഘത്തിനുണ്ടായിരുന്നു. അവിടെയാണ് ബാലേന്ദ്രകുമാർ തൻ്റെ ജീവന് ഭീഷണി നിന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. കാരണം ഈ നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് പൾസർ സുനിയും ദിലീപും തമ്മിലുള്ള അടുപ്പം തെളിയിക്കുന്ന ഒരു സാക്ഷി ബാലേന്ദ്രകുമാറാണ്. ബാലേന്ദ്രകുമാർ പൾസർ സുനിയെ ദിലീപിൻ്റെ വസതിയിൽ, ആലുവയിലെ വസതിയിൽ കണ്ടു എന്ന കാര്യം അറിയാമായിരുന്നു. അന്ന് അവിടെ പൾസർ സുനിക്കൊപ്പം
ബാലേന്ദ്രകുമാറും വീട്ടിലുണ്ടായിരുന്നു. ഇവർ ഒരുമിച്ചാണ് കാറിൽ പുറത്തേക്ക് പോയത്. പൾസർ സുനി, ബാലേന്ദ്രകുമാർ, ഒപ്പം ഈ ദിലീപിൻ്റെ സഹോദരൻ, ഇങ്ങനെ 3 പേരും ഒരുമിച്ച് പുറത്തുപോയി. അന്ന് രഹസ്യമായി ഇവർ സംസാരിക്കുന്നത് താൻ കണ്ടു എന്നടക്കം മൊഴി പോലീസിന് നൽകിയിട്ടുണ്ട്. ഈ ഒറ്റ കാരണത്താൽ ബാലേന്ദ്രകുമാറിനെ അപായപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു എന്ന വിവരം അറിഞ്ഞു പോലീസിന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. 1 മാസം പിന്നിട്ടും ഒരു നടപടിയും ആകാത്തതിനെ തുടർന്ന് റിപ്പോർട്ടർ ടിവിയിലെത്തി വെളിപ്പെടുത്തൽ നടത്തി. പക്ഷേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് റിപ്പോർട്ടർ ടിവിയുടെ ഫ്ലോറിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്താ ചാനലിൽ ഈ രേഖകൾ കൊടുത്തപ്പോൾ അവർ അത് വാർത്ത കൊടുക്കാതെ ആ രേഖകൾ ദിലീപിന് കൈമാറി പണം വാങ്ങിയെന്ന ആരോപണമടക്കം ഈ ഫ്ലോറിൽ, റിപ്പോർട്ടറിൻ്റെ ഫ്ലോറിൽ ബാലേന്ദ്രകുമാർ ചാനലിൻ്റെ പേരുൾപ്പെടെ അന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ തുടങ്ങിയ പല ചാനലുകളെയും സമീപിച്ചു. പല മാധ്യമ സ്ഥാപനങ്ങളും ഈ രേഖകൾ ശേഖരിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളൊക്കെ തൻ്റെ കയ്യിൽ നിന്നും സ്വീകരിക്കുകയും പക്ഷേ ഈ വാർത്ത കൊടുക്കാതെ ദിലീപുമായി ചേർന്ന് അത് അവർ ഒത്തുതീർപ്പിലേക്ക് പോയി എന്ന ആരോപണം അന്ന് ഈ ബാലേന്ദ്രകുമാർ എന്ന സാക്ഷി അങ്ങനെ ഉന്നയിച്ചിരുന്നു. അവസാനമാണ് റിപ്പോർട്ടിലേക്ക് എത്തുന്നു. റിപ്പോർട്ട് ബാലേന്ദ്രകുമാറിൻ്റെ ഈ മൊഴികൾ, തെളിവുകൾ ഏറ്റെടുത്തത് പുറത്തു കൊണ്ടുവരികയും തുടരന്വേഷണത്തിന് വഴിയൊരുക്കുകയും ചെയ്തു. ഏറ്റവും നിർണായകമായത് തുടരന്വേഷണമാണ്. തുടരന്വേഷണത്തിലാണ് ദിലീപിൻ്റെ സുഹൃത്തായ ട്രാവൽ ഏജൻസി ഉടമയായ ശരത്ത് പ്രതിയാകുന്നത്. അതിനൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ്, ഈ കേസ് അട്ടിമറിക്കാൻ നടത്തിയ ശ്രമങ്ങൾ ഒന്നൊന്നായി പുറത്തു വരുന്നത്, അത് കോടതിയിലേക്ക് എത്തുന്നത്. ഏതായാലും 2021 ബാലേന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തലും അതിനു പിന്നാലെ റിപ്പോർട്ടർ പുറത്തുവിട്ട തെളിവുകൾ, പിന്നീട് അന്വേഷണ സംഘം കണ്ടെത്തിയ തെളിവുകൾ, ഇതൊക്കെ കേസിന് ഏറ്റവും കരുത്തായി എന്ന് തന്നെ നിയമവിദഗ്ധർ വിലയിരുത്തുന്നുമുണ്ട്. ഏറ്റവും നിർണായകമായ ഈ കേസ് അത് വിചാരണ ഘട്ടത്തിൽ എത്തുമ്പോൾ പൾസർ സുനി എന്ന ഈ കേസിലെ കൃത്യം നിർവഹിച്ച, ഈ ക്രൂര കൃത്യം നിർവഹിച്ച ആ പ്രതി പുറത്തേക്കിറങ്ങുമ്പോഴുള്ള ആശങ്ക അത് അതിജീവിതരെ കൊണ്ട് സ്വാഭാവികമാണ്, അവരുടെ ബന്ധുക്കൾക്കുണ്ട്, അതിജീവിതരെ സ്നേഹിക്കുന്നവർക്കുണ്ട്, അതിനൊപ്പം തന്നെ അന്വേഷണ സംഘത്തിനും ഒപ്പം എല്ലാവർക്കുമുണ്ട്. അത് അഭിഭാഷകർക്കൊക്കെ ഉണ്ടാകാം. കാരണം ഈ നേരത്തെ ഈ ശ്യാം സൂചിപ്പിച്ചതുപോലെ ഇനി കോടതിയിൽ ജഡ്ജ് ചോദിക്കാനുണ്ട് ഈ പ്രതികളോട് സംസാരിക്കാനുണ്ട്, അവർക്ക് പറയാനുള്ളത് കേൾക്കാനുണ്ട്. അത്തരം നടപടിക്രമങ്ങൾ ഇനിയും പൂർത്തിയാകണം. ഇനിയും 6 മാസമെങ്കിലും എടുക്കുമെന്ന് പ്രോസിക്യൂഷൻ തന്നെ പറയുന്നു ഈ നടപടികൾ പൂർത്തിയാകാൻ. അങ്ങനെയെങ്കിൽ ആ സമയം ഈ പ്രതി പുറത്തു നിൽക്കുന്നത് അത് സ്വാധീനിക്കപ്പെടാനുള്ള സാധ്യത, അപായപ്പെടുത്താനുള്ള സാധ്യത, കാരണം പല സംശയങ്ങളും നേരത്തെ ഉയർന്നിരുന്നു. ഇത്തരം വിഷയങ്ങൾ, ഇത്തരം രഹസ്യങ്ങൾ അറിയുന്നവരുടെ മരണങ്ങളിൽ ദുരൂഹതയുണ്ടെന്നടക്കമുള്ള അങ്ങനെയുള്ള പരാതികൾ ആ ഘട്ടത്തിൽ, തുടരന്വേഷണ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. അങ്ങനെയുള്ള ഏറ്റവും ഒരു പ്രമാദമായ നിർണായകമായ കേസിൻ്റെ അന്വേഷണം പൂർത്തിയായി അതിൻ്റെ വിചാരണയുടെ അന്തിമഘട്ടത്തിൽ ഈ പൾസർ സുനി പുറത്തിറങ്ങുന്നത് അത് കേസിനെ എത്രത്തോളം ബാധിക്കുമെന്ന് അത് നിയമവിദഗ്ധർ തന്നെ വിലയിരുത്തേണ്ടതാണ്. അത് അതിജീവിതയുടെ അഭിഭാഷകർ, അന്വേഷണ സംഘം തന്നെ വിലയിരുത്തേണ്ട കാര്യമാണ്. പക്ഷേ എന്തായാലും പൾസർ സുനിക്ക്, പ്രധാന പ്രതിക്ക് പുറത്തിറങ്ങാനുള്ള വഴിയൊരുങ്ങുന്നത് ഈ വിചാരണ നടപടികൾ നീട്ടിക്കൊണ്ടുപോയതാണ്. അത് നേരത്തെ തന്നെ പരാതിയായി സുപ്രീം കോടതിയിൽ എത്തിച്ചതും സംസ്ഥാന സർക്കാരാണ്, പ്രോസിക്യൂഷനാണ്. സ്മൃതി.